ഓഫീസ് മുറിയിലെ ഡോറിൽ നോക്ക് ചെയ്യുന്ന കേട്ട് ദേവനാരായണൻ തലയുർത്താതെ പറഞ്ഞു, യെസ് കം ഇൻ. അച്ഛാ. ഒരുമിച്ചുള്ള ആ വിളി കേട്ട് അദ്ദേഹം തലയുയർത്തി. നോക്കുമ്പോൾ തൻ്റെ 3 മരുമക്കൾ, അല്ല പെൺമക്കൾ. അതിശയമാണ് സന്തോഷമാണ് ആ മുഖത്തെന്ന് വ്യക്തമല്ല. മക്കള് നിങ്ങളോ? വാ അകത്തേക്ക് പോയോ. എന്താ അവിടുത്തെ നിൽക്കുന്നത്? വാടാ മക്കളെ. അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കിൽ ആ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. ഒന്നോർക്കുമ്പോൾ മൂവരും തുല്യ ദുഃഖിതരാണ്. നവ്യയ്ക്ക് രൂപക്കും അച്ഛനമ്മമാരെ കാണാൻ വിലക്കാണെങ്കിൽ ഭദ്രക്ക് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള വേദന. വാടാ മക്കളെ അകത്തേക്ക് വാ. അദ്ദേഹം വീണ്ടും വിളിക്കുന്ന കേട്ട് ഒരു പുൻസിരിയോട് അവർ അകത്തേക്ക് കയറി. അവർക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മുഖം വ്യക്തമാക്കി. എന്താ മക്കളെ, എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളിരിക്കും. എൻ്റെ മക്കളോട് ഞാൻ ദേഷ്യപ്പെടും, ചിലപ്പോൾ വഴക്ക് പറയും. എന്നല്ലാതെ എൻ്റെ പെൺമക്കളെ ഞാൻ ഇന്നൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അതെൻ്റെ മരുമക്കളാണേലും നന്ദൂട്ടിയാണേലും. പെണ്ണെന്ന് പറയുന്ന വീടിൻ്റെ ഐശ്വര്യ, മഹാലക്ഷ്മിയാ. നിങ്ങൾക്ക് എന്നോട് എന്തും പറയാം. അച്ഛൻ്റെ പെൺപുലികൾക്ക് എന്താണ് വേണ്ടത് പറഞ്ഞോളൂ. അറിയാം അച്ഛൻ, ഞങ്ങളുടെ സ്വന്തം അച്ഛന്മാരെ ഞങ്ങൾ കൈവിട്ടിട്ടും എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഇന്നേവരെ. ഇങ്ങനൊരു അച്ഛനെയും അമ്മയും കിട്ടിയത് തന്നെയാണ് ഈ ജന്മം ഞങ്ങൾ ചെയ്ത പുണ്യം. നവ്യ പറയുന്ന കേട്ട് ഒരു പുൻസിരിയോടെ ദേവനാരായണൻ അവൾക്കരികിലേക്ക് ചെന്ന് തലക്കിട്ട് നല്ല കിഴുക്കൊടുത്തു. അമ്മായിയമ്മയുടെ കൂടെ കൂടി എല്ലായിടവും പഠിച്ച മരുമക്കൾ. സോപ്പൊന്നും വേണ്ട, കാര്യം പറ നവ്യ മോളെ. ദേവനാരായണൻ പറയുന്നതിന് നവ്യ എന്ന് വിളിച്ചു. അതില്ല അച്ഛേ, ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യം അച്ഛൻ ഏത് സെൻസിലെടുക്കുന്നൊരു പേടി. വെറും പേടി, അത്രയേ ഉള്ളൂ. രൂപ കൊളോക്കിയലായി പറഞ്ഞു. ഇവളിത് കൊളവാക്കിയെന്ന് അറിഞ്ഞുകൊണ്ടാവണം. ഭദ്ര തുടർന്നു. അച്ഛേ, ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് സമ്മതമല്ലെന്ന് അച്ഛൻ പറയരുത്. വലിച്ചു നീട്ടുന്നില്ല. പിന്നീട് അവിടെ സംഭവിച്ച് സമൂഹകാരൻ ഞാൻ ഒറ്റക്കുപാട് എന്ന കണക്ക് എഴുതി മനഃപ്പാടമാക്കിയ ഡയലോഗ് മൂവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അച്ഛയുടെ അമ്മയുടെ പ്രണയവിവാഹമായിരുന്നു. അതിന് പുറകിലെ കഥയും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മക്ക് അമ്മയുടെ വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ എല്ലാം നഷ്ടമായി. അതുകൊണ്ട് അമ്മക്ക് അവരെ കാണുന്നൊരു മോഹം. ഇന്നലെ ഞങ്ങളോട് അത് പറയുകയും ചെയ്തു. സോ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് അതിനുള്ള പരിഹാരം അച്ഛൻ കണ്ടെത്തണം. ദാറ്റ്സ് ഓൾ. പഠിച്ചു വെച്ച് പറയുവാണെന്ന് അറിയുന്നേയില്ല. ഇത് കേട്ട് ചൂടാവേണ്ട ദേവനാരായണൻ വരെ ചിരിച്ചുപോയി. ഇതെന്താ പിള്ളേരെ, ഏഷ്യാനെറ്റ് ന്യൂസ് ഡിബേറ്റോ? എന്തായാലും കൊള്ളാം. അമ്മയാണോ ഇങ്ങോട്ട് അയച്ചെൻ്റെ മക്കള്? പുഞ്ചിരിയോട് അദ്ദേഹം ചോദിച്ചു. അല്ല അച്ഛാ, ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പ്ലീസ് അച്ഛൻ, ഏതെങ്കിലും മാർഗം കണ്ടെത്തണം. രൂപ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് അമ്മയോട് അല്പം ഇഷ്ടക്കൂടുതലാണെന്ന് അച്ഛൻ അറിയാം. എന്നാലും നിങ്ങളുടെ അമ്മയുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ച എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ചോദിക്കുക, എന്താണ് ശരിക്കുള്ള ഉദ്ദേശം? അച്ഛൻ ഇങ്ങനെ കുട്ടിച്ചാന്തനെ പോലെ മനസ്സിലുള്ളെല്ലാം വായിച്ചെടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? സത്യമായിട്ട് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ വിഷമം തോന്നി. എല്ലാവരുടെയും ഇഷ്ടവും മനസ്സും എല്ലാം മനസ്സിലാക്കുന്ന അമ്മക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം കാണണമെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചു. അതൊരു തെറ്റാണോ അച്ഛാ? തെറ്റാണോ? പറയൂ അച്ഛാ. നവ്യ സ്കൂൾ കലോത്സവത്തിലെ നാടകവേദിയിൽ എത്തിയതാണ്. ആരും പേടിക്കണ്ട മോളെ. ദേവനാരായണൻ താക്കീത് കൊടുത്തു. അതായത് അച്ഛാ, സത്യത്തിൽ അമ്മക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. എന്നിരുന്നാലും അല്പം സ്വാർത്ഥത കൂടെ. അച്ഛൻ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്താൽ ഞങ്ങളുടെ കെട്ടിയമാർക്ക് അങ്ങനെ ഒരു ചിന്ത പോയാലോ? വീട്ടുകാരെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹം കാണില്ല. ഒരു കോംപ്രമൈസിന് അവർ ഒരുങ്ങിയ ഒരു വെടിക്ക് 2 പക്ഷി. രൂപ വെട്ടിത്തുറന്ന് പറയുന്ന കേട്ട് ഭദ്ര ഇടയ്ക്കത് അച്ഛനാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അപ്പം അതാണ് കാര്യം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പം എങ്ങനെയാ, മക്കൾ നിൽക്കുന്നോ അതോ പോകുന്നോ? ഇല്ലച്ചാ, ഞങ്ങൾ ഇറങ്ങുക. പിന്നെ ഞങ്ങൾ വന്ന കാര്യം അമ്മ അറിയണ്ട. അമ്മക്ക് നല്ല വാർത്തയാണെങ്കിൽ മാത്രം പിന്നീട് അറിയിക്കാം. അത് അച്ഛൻ തന്നെ പറഞ്ഞാൽ മതി. ശരിയാച്ചാ, ഇറങ്ങുക. ഭദ്ര പറയുന്നതിന് നിറഞ്ഞൊരു ചിരി അദ്ദേഹം അവർക്കായി നൽകി. ചെറുക്കിലെത്തിയപ്പോൾ രേവതിയമ്മ തുള്ളി കളിക്കുന്നു. മുറ്റത്ത് പുതിയ ചില വാഹനങ്ങളും. മരുമക്കൾ ഒരു നിമിഷം വായുമ്പോൾ ചെയ്യുന്നു. അപ്പോഴാണ് അതുവഴി നമ്മുടെ കാത്തുമുത്ത് പോകുന്നത്. കാത്തുമുത്തശ്ശി ഹുയ്. ചിന്തിക്കാനൊന്നുമില്ല, രൂപയാണ്. കാക്കെ ചെവിയിൽ വന്ന് മൂളിയിട്ട്. രൂപയുടെ വിളി കാക്ക കരയുന്നതായിട്ടാണ് പാവം കേട്ടത്. ഇത് കണ്ട് ഭദ്രയും നവ്യ അടക്കി ചിരിച്ചു. വേണ്ട കേട്ടോ, വേണ്ട. രൂപ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. എന്നാൽ അതും നമ്മുടെ കാത്തുമുത്ത് ക്യാച്ച് ചെയ്തു. കാലം പോയ പോക്കെ. കാക്കയൊക്കെ വട ചോദിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ബലിയിടുമ്പോൾ വിളിച്ചാൽ പോലും വരാൻ മടി കാണിക്കുന്ന ആ കാക്കകളാ ഇപ്പൊ കണ്ടില്ലേ വട ചോദിക്കുന്നേ. കലികാലം ആരോടുന്നില്ലാതെ അവർ പറഞ്ഞു. നവ്യ വേഗത്തിൽ അടുത്തേന്ന് കാര്യം തിരക്കി. എന്റെ മുത്തശ്ശി, അത് കാക്ക വട ചോദിച്ചെന്നല്ല. രൂപ വേണ്ടെന്ന് പറഞ്ഞതാ. എന്തോന്നാ ഒച്ചേ പറഞ്ഞേ? അല്പം ഉറക്കെ പറ, മുത്തശ്ശി കേൾക്കുന്നില്ല. അതൊന്നുമില്ല. ആരെ കാത്തുകുട്ടി വീട്ടിൽ വിരുന്നുകാര്? അമ്മക്ക് നല്ല സന്തോഷാണല്ലോ. വെറും പാഴ്ശ്രമം. എന്നാൽ കാത്തു അടുത്ത തగ్గടിക്കുന്ന മുന്നേ ഭദ്ര അഭിനയം തുടങ്ങിയിരുന്നു. ആരാ കാറില് വന്നത്? ഇതെങ്കിലും മനസ്സിലായാൽ മതിയായിരുന്നു. അത് ദേവൻ കുഞ്ഞും കുഞ്ഞിന്റെ കൂട്ടുകാരനും ഭാര്യ. മക്കളകത്തേക്ക് ചെല്ല്. അത് ഏത്?
ഏത് കൂട്ടുകാരനാ? നവ്യയും തുടങ്ങി കഥകളി. നവ്യ കുഞ്ഞിനറി മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ലൂക്കോ അങ്ങനെ എന്തോ ആ പേര്. അതെന്തോ വായിൽ കൊള്ളാത്ത പേരാ, എനിക്കറിയാൻ പാടില്ല. ലൂക്കയാണോ മുത്തശ്ശി? നവ്യയുടെ മുഖം തെളിഞ്ഞു. എന്നാൽ അതോടൊപ്പം ഭദ്രയുടെ മുഖത്ത് ഭയവും ഞെട്ടലുമാണ്. ആ അത് തന്നെ കുഞ്ഞ്, മോന്റെ കെട്ടിയോളും ഉണ്ട്. അതിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. വാക്കുകൾ ചെല്ലും. മുത്തശ്ശിയുടെ ആ വാക്കുകളിൽ നവ്യ സന്തോഷത്തോടെ അകത്തേക്ക് ഓടി. അവൾക്ക് പുറകെയായി രൂപയും ചൂടുവെച്ചു. എന്നാൽ ഭദ്ര ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് അവൾ. ഇനി എന്താണ് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇത്രയും വർഷമായി താൻ കാണാൻ കൊതിച്ച മുഖം തൻ്റെ കയ്യെത്തും ദൂരത്തും ഉണ്ടായിട്ടും പരസ്പരം കണ്ടാൽ എൽസ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഭയം. എന്നാൽ ആ മുഖം ഒരു നോക്ക് കാണാൻ ഉള്ളം കൊതിക്കുന്നു. എൽസ മോളെ എന്ന് വിളിച്ചൊന്ന് ഇറുകിയ പുണരാൻ, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് ഉറക്കി അലറാൻ, മനസ്സിലെ ഭാരമെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ ഉള്ളം വെമ്പുന്നു. എന്നാൽ ഇനി എന്ത്? ഉത്തരമില്ലാത്ത 1000 ചോദ്യങ്ങൾ മനസ്സിലൂടെ മിന്നി മറയുന്നു. എന്നാൽ പെട്ടെന്ന് ദേവന്റെ ശബ്ദമാണ് അവൾ ഉണർത്തിയത്. കേടൊന്ന് അലറല്ലേടോ, ഞാനതേ വരുവാ. ചിഹ്നം വിളിക്കുന്ന പത്മനാഭനോടായി പറഞ്ഞുകൊണ്ട് ഉടുത്ത മുണ്ട് മടക്കി കുത്തി ദേവൻ വന്നു. എന്നാൽ ശരീരമാകെ ഒരു വിറയിലായിരുന്നു ഭദ്രക്ക്. അവളുടെ വിരലുകൾ ചുരിദാർ ടോപ്പിൽ മുറുകെ അമർന്നു. പിന്നെ ഒട്ടും ചിന്തിക്കാതെ ചിറക്കലിന്റെ പടി കടന്നൊരു ഓട്ടമായിരുന്നു. കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ തോരാതെ പെയ്യുന്നു. മങ്ങിയ കണ്ണുകളിൽ കാഴ്ചകൾ അവ്യക്തം. ഓടിച്ചെന്ന് അമ്പലക്കുളത്തിലെ കൽപ്പടവുകൾ വേഗത്തിൽ ഇറങ്ങി. കുഞ്ഞി കുഞ്ഞി, ആ ശബ്ദം തന്നെ വേട്ടയാടുന്നതായി തോന്നി. എൻ്റെ മാത്രം കുഞ്ഞ്, നീ ഭദ്രാന്ന് വിളിച്ചാൽ മതി. അയ്യടി, നിനക്ക് കുഞ്ഞാണെങ്കിൽ എനിക്കും കുഞ്ഞിയാ. ഇനി ഞാൻ അനാഥയല്ല, എനിക്ക് 2 സഹോദരിമാരുണ്ട്. ദേവു കുഞ്ഞി കുഞ്ഞി. എൽസിയുടെയും ദേവുവിൻ്റെയും ശബ്ദം കാതിൽ തുളച്ചു കയറുന്നു. കുളത്തിൽ അവസാന പടവിൽ എത്തി നിൽക്കുമ്പോൾ ഭദ്ര നന്നായി കിതക്കുന്നുണ്ടായിരുന്നു. ഉടനെ അവിടെ ഊർന്നിരുന്നുകൊണ്ട് വെള്ളം മുഖത്തേക്ക് തേവിക്കൊണ്ടിരുന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ കൽപ്പടവിൽ ചാരിയിരുന്നു. ജീവനറ്റ ശരീരം കണക്കെ അവൾ ഫോണിലേക്ക് നോക്കി. അതിൽ ഇക്കായെന്ന സേവ് ചെയ്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുതലക്കൽ ഫോൺ എടുത്ത സുൽത്താനായിരുന്നു. ഭദ്ര, നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു ഭദ്ര. എന്താടാ, എന്തിനാ കരയുന്ന ഭദ്ര? സുൽത്താൻ ഭയത്താൽ ചോദിച്ചു. അവള് വന്നിക്കൂ, എൻ്റെ എൽസമോള് വന്നിക്ക. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഭദ്ര അത് പറഞ്ഞത്. നീ എന്താ ഭദ്ര ഈ പറയുന്നത്? ഒരു കാരണവശാലും എൽസ നിന്നെ കാണരുത്. നീ അവിടുന്ന് മാറി നിൽക്ക്. അവൾ കണ്ടാലുള്ള അവസ്ഥ ഊഹിക്കാലോ. ദേവൻ അവനെ ഓർത്തെങ്കിലും. നിസ്സായതയായിരുന്നു ആ വാക്കുവിളി. ഞാൻ ഇങ്ങോട്ടാ പോവുക. ദേവേട്ടൻ ഇങ്ങനൊരു അവസ്ഥയിൽ ഒറ്റക്കായി പോവാനല്ല ഞാൻ ഇങ്ങോട്ട് വന്ന് ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാ. ഇനി ഞാൻ ശ്രമിച്ചാൽ പോലും എനിക്ക് ദേവേട്ടനെ പിരിയാൻ പറ്റില്ല. എൻ്റെ ദേവൂട്ടി കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് ഞാൻ ഈ ചെറുക്കൽ തറവാട്ടിൽ നിന്ന് മടങ്ങിയുള്ളൂ. നീ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ എൽസ നിന്നെ കണ്ടാലുള്ള അവസ്ഥ അതെന്താ പത്ര നീ ഓർക്കാത്ത? ഓർക്കാൻ എനിക്ക് കഴിയില്ല സുൽത്താൻ. ചോര പുരണ്ട കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ദേവ് പറഞ്ഞ വാക്കുകളേക്കാൾ വലുതല്ല എനിക്കൊന്നും. എനിക്കറിയാം എൻ്റെ ദേവ് അവൾ ഇവിടെ തന്നെ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഏതവസ്ഥയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ, എൻ്റെ മുന്നിൽ പുതിയ വഴികൾ തുറന്നേറാൻ. കൊലയാളി ആരാണെന്ന് അറിഞ്ഞിട്ടും അവളുടെ ജീവൻ ശരീരം വിട്ടു പോകുന്ന കണ്ടിട്ടും ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ശത്രുക്കൾ എനിക്കായി ചക്രവ്യൂഹം പണിയുകയാണെന്ന് അറിഞ്ഞിട്ടും പൊരുതാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. നാളെക്കുറിച്ചോർത്ത് ഭീരുവിനെ പോലെ പ്രതിസന്ധികൾ വരുമ്പോൾ ഭയന്ന് ഓടാനല്ല, പൊരുതി ജയിക്കാനാണ്. ഏത് ചക്രവ്യൂഹവും തച്ചുടക്കാനുള്ള എൻ്റെ ബ്രഹ്മാസ്ത്രമാണ് ചെറുക്കൽ ദേവാനന്ദ്. അസ്ത്രശാസ്ത്രത്തേക്കാൾ ദേവേട്ടൻ്റെ പ്രണയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രണയം സത്യമാണെങ്കിൽ ഈ നാളും കടന്നുപോകും. ഇനി എന്തു വന്നാലും പൊരുതാൻ തന്നെയാണ് പോകുന്നത്. ശത്രുക്കൾ മറിഞ്ഞേക്ക് പുറത്തു വരാനായി കാത്തിരിക്കുകയാണ് ഞാൻ. ഹിറ്റ് വീണ ഓരോ തുള്ളി ചോരക്ക് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. കാരണം എനിക്ക് നഷ്ടമായത് കൂട്ടുകാരിയല്ല, എൻ്റെ കൂടെപ്പിറപ്പിനെയാണ്. ചോര കൊണ്ട് ബന്ധിച്ച ബന്ധനങ്ങൾക്ക് 10 മടങ്ങ് ആഴമേറിയ ആത്മബന്ധം. അവരുടെ ശരീരത്തിൽ ഓരോ തുള്ളി രക്തം എൻ്റെ കൈകളിലൂടെ വാർന്നൊഴുകണം. ജീവനറ്റ തെരുവ് പട്ടികൾക്ക് പോലും തൊടാൻ അറക്കണം. എൻ്റെ ദേവൂട്ടി അനുഭവിച്ച നരകവേദനക്കുള്ള ശിക്ഷ അവർക്ക് ഞാൻ കൊടുത്തിരിക്കും. അതെൻ്റെ കൈ ചേർത്ത് പിടിക്കാൻ അവളും ഉണ്ടാവും. എൽസ. ദേവ, നീ എവിടെയാണ്? രുദ്രൻ്റെ വിളിയെത്തേണ്ട താമസം. ദേവൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ലൂക്ക് വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? എങ്ങോട്ടാ വരണ്ടേ? അവർക്കിടയിലെ സൗഹൃദം അങ്ങനെയാണ്. ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും പരസ്പരമെല്ലാം മനസ്സിലാവും. നീ ഇല്ലെന്ന് ഇരുന്ന് അന്തൂട്ടി എന്നെ വിളിച്ചിരുന്നു. നിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ നിന്റെ അമ്മയുടെ മോനില്ലേ, ആ പുന്നാരമോൻ, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. സച്ചി, ആ തെണ്ടി കുറേ നാളായിട്ട് അവൾക്ക് പുറകെ നടക്കുന്നു. അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നീ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നത്തിനൊന്നും പോയില്ല. നീ കോളേജിലല്ലേ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. അതൊരൊന്നും ചെയ്യണ്ട. പിന്നെ തൽക്കാലം പിള്ളേരെ അറിയണ്ട. കിച്ചുവും ജസ്റ്റിൻ നീ ഒന്നിലൊരു പ്രശ്നത്തിന് ഇറങ്ങരുത്. പ്രത്യേകിച്ച് സുൽത്താൻ. പിന്നെ അവനെ പെറുക്കിടിക്കേണ്ടി വരും. നീ കോളേജിന് മുമ്പിൽ ഇറങ്ങി വെക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ആ കോൾ അവസാനിച്ചു. നന്ദ,
നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാം, ആ രുദ്രനായിട്ടുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിച്ചോ. അതാ നിനക്ക് നല്ലത്. ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ പെണ്ണാവേണ്ടവളാ. വെറുതെ ആളുകളെ കൊണ്ടുവരുന്നു പറയിപ്പിക്കരുത്. സച്ചിൻ ഉറഞ്ഞു തുള്ളുവാണ്. നിർത്തിക്കോ സച്ചിൻ, നിന്റെ ഈ തരത്തിലുള്ള പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വീട്ടുകാർക്ക് എനിക്കില്ലാത്ത പ്രശ്നം നിനക്കെന്തിനാ? ഞാൻ ഒന്നല്ല 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് രുദ്രേട്ടനാണ് ഇഷ്ടം. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇനി ഇത് പറഞ്ഞ് വരരുത്. വന്നാ നന്ദൂട്ടി താക്കി നൽകി. വന്നാ നീ എന്ത് ചെയ്യടി? എനിക്കില്ലാത്ത എന്താടി അവനെ കൂടുതലുള്ളത്? അത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. അമ്മ, നിന്റെ വിരട്ടിൽ വീഴുന്ന പെണ്ണുങ്ങൾ കൂടുതൽ നീ എന്നെ കൂട്ടല്ലേ? ഇത് ആള് വേറെയാ. വരാനറിയെങ്കിൽ തിരിച്ചു പോകാൻ എനിക്കറിയും. പിന്നെ നിനക്കില്ലാത്ത ഒന്ന് രുദ്രേട്ടന് കൂടുതലുണ്ട്, നട്ടില്. അതില്ലാതെ എനിക്ക് കുഴപ്പമാണ് നിനക്ക്. പറഞ്ഞു തീരും മുന്നേ സച്ചിൻ കൈയുയർത്തി നന്ദൂട്ടിയുടെ കരണ്ട് നോക്കി ഒന്ന് പൊട്ടിച്ചു. ആ ഒറ്റ അടിയിൽ തന്നെ നന്ദൂട്ടിയുടെ ചുണ്ടിൽ നിന്ന് ചോര പൊടിഞ്ഞു. ആർക്കാണ് ഈ പുന്നാരമുള്ള നട്ടലില്ലാത്തത്? എൻ്റെ നട്ടലിൻ്റെ പറ ഞാൻ കാണിച്ചിനാടി, ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദൂട്ടിയുടെ മുടി കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ വലിച്ചഴിച്ചു. ആ അടിയിൽ നന്ദൂട്ടി തളർന്നു പോയിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ ചുടിയിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതിനുള്ള കാരണം മനസ്സിലാകുന്നതിന് മുന്നേ സച്ചിൻ്റെ അടിവയറ്റിലേക്ക് ആഞ്ഞു തകടി. സച്ചിൻ പുറകിലേക്ക് തെറിച്ച് വീണു. നന്ദൂട്ടി കണ്ണു തുടച്ച് എഴുന്നേറ്റ് നിന്നു. അവളുടെ മുഖത്ത് ചിരി മായാതെ തെളിഞ്ഞു. കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ തലയിരിച്ച് നോക്കി. പ്രതീക്ഷിച്ചത് ചെറുക്കിലെ തെമ്മാടിയാണെങ്കിലും വന്നത് രാക്ഷസനായിരുന്നു, സുൽത്താൻ. അവന് പിറകെയായി കിച്ചുവും ജസ്റ്റിയും. പെങ്ങളെക്കാൾ വലുതല്ല പിള്ളേർക്ക് പുല്ല് പ്രേമവും കണ്ടീഷനുകളുമെന്ന് അവരുടെ വരവ് തെളിയിച്ചു. ഗേറ്റ് അടച്ചുപൂട്ടടാ, ഇവന്റെ നട്ടലിന്റെ ബലം കണ്ടിട്ട് സുൽത്താനിന് ഇവിടുന്ന് പോകുന്നുള്ളൂ. സുൽത്താൻ പറഞ്ഞുകൊണ്ട് അടുത്തുള്ള പാറക്കലിന് മുകളിലായി കയറിയിരുന്നു. കണ്ണിലെ ചൊലിക്കുന്ന അഗ്നിക്ക് സർവവും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. നന്ദുട്ടി ചെല്ലുവാണ്, നീ അടിക്കുന്ന അടിയിൽ അവന്റെ അണ്ണപ്പല്ല് തെറിക്കണം. ജസ്റ്റി പറയുന്നിട്ട് ദേഷ്യം തികട്ടി വന്നെങ്കിലും ഉള്ളിലെന്തോ ഒരു ഭയം. ചെല്ലു നന്ദുട്ടി, നമുക്കെന്തിനാ ആരാൻ്റെ ഔദാര്യം? മോള് ചെന്ന് കിട്ടിയതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. സൗമ്യമായിട്ടാണ് കിച്ചു അത് പറഞ്ഞത്. ആ ചെല്ലുവണ്ണ്, ചേട്ടനല്ലേ പറയുന്നത്. ഇത്തവണ കിച്ചുവിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നന്ദൂട്ടി ധരിച്ചിരുന്ന ദുപ്പട്ട സൈഡിൽ ഇറുകെ കെട്ടി ചുണ്ടിലെ ചോര കൈകൾ കൊണ്ട് തുടച്ചു നീക്കി മുന്നോട്ട് നടന്നു. നിനക്കെന്നെ തള്ളാനും മാത്രം ധൈര്യം ഉണ്ടോടി? സച്ചിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്ന വാഗുണ്ടായിരുന്നില്ല. പകരം അവിടെ കണ്ണുകൾ ചലിച്ചത് മറ്റൊന്നിലേക്കായിരുന്നു. ഒട്ടും ചിന്തിക്കാതെ സച്ചിന് പുറകിലായി വെച്ചിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് സച്ചിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ആ അടിയിൽ ഒരു പെണ്ണിൻ്റെ സർവ്വശക്തിയും ഉണ്ടായിരുന്നു. ഏട്ടന്മാരുടെ പൊന്നുപങ്ങും ചേട്ടന്മാർ എന്തു പറഞ്ഞാലും കേൾക്കും. അത് ചെറുപ്പം മുതലുള്ള ശീല. അതുകൊണ്ട് തന്നെ അണപ്പല്ലൊന്ന് ദേ പോകുന്ന കാറ്റത്ത് സച്ചിൻ അലറി. സച്ചിന്, നിനക്കറിയാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എനിക്ക് ചേട്ടന്മാർ 3 അല്ല 6 ചെറുക്കൽ പ്രദേശം എനിക്ക് രക്തബന്ധമാണെങ്കിൽ ഇവരായിട്ടുള്ള ആത്മബന്ധം. എന്നെ തൊട്ട് അവർക്ക് നോവും. അവരുടെ കണ്ണ് നിറഞ്ഞ എൻ്റെയും ചോര തിളക്കും. കേട്ടോടാ സച്ചിൻ ചേട്ട. അത്രയും പറഞ്ഞിട്ട് അവൾ ഓടിച്ചെന്ന് സുൽത്താൻ ഇറുകപ്പെടന്നു. ഇവനെന്നെ തല്ലിക്കാം, അവൻ്റെ തല തല്ലി പൊളിക്കാം. എനിക്കത് കാണണം, എനിക്ക് നന്നായി നൊന്തു. നന്ദൂട്ടിയെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സുൽത്താൻ എഴുന്നേറ്റ്. ഗേറ്റിന് പുറത്ത് കവിൾ കൈവച്ച് നിൽപ്പാണ് രുദ്രൻ. അപ്പോഴാണ് ദേവൻ അങ്ങോട്ടേക്ക് വരുന്നത്. രുദ്രന്റെ കവിൾ ചുമന്നിട്ടുണ്ട്. എന്താടാ, എന്താ പറ്റി? ആരാ നിന്റെ മേൽ കൈവച്ച്? ദേഷ്യത്തിൽ ദേവന്റെ കണ്ണുകൾ ചുമന്നു. വിടുതാ പന്നി, എല്ലാം നീ കാരണം. ഞാനോ? ഞാനെന്താടാ ചെയ്ത്? ആരാ നിന്നെ അടിച്ചെന്ന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മാരോടൊന്നും പറയാതിരുന്ന്. പറയാത്തതിന് സുൽത്താൻ തന്ന സമ്മാനം കാണാ തെണ്ടി. രുദ്രൻ പറയുന്നിട്ട് ദേവൻ ശരിയാണ് വന്ന്. ഞാൻ പറയണത് പറഞ്ഞാൽ നീ പറയാതിരിക്കോ? നീ പറഞ്ഞില്ല, നിനക്ക് കിട്ടി, അതിൽ ഞാനെന്ത് ചെയ്യാനാ? രുദ്രനെ കളിയാക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എടാ മഹാപാപി ദുഷ്ട, ദേവനൊരു പ്രശ്നത്തിനും വലിച്ചിടരുതെന്ന് പറഞ്ഞല്ലേടാന്ന് പറഞ്ഞിരുന്ന അടി. പോരാതിന് പോകുന്ന പോക്കി ആ തെണ്ടികൾ കൂമ്പ് കലക്കി. നല്ല കാര്യം. ചെന്നിട്ട് ഒരുപാട് നേരമായോ? അവൻ്റെ എല്ലൊടിഞ്ഞാണ് ഈ നേരം കൊണ്ട്. എന്നാലും വന്നല്ലേ, അടി കണ്ടിട്ട് പോവാം. സുൽത്താൻ്റെ അടി കണ്ട കാലം മറന്നു. വാ. അതും പറഞ്ഞിട്ട് രുദ്രൻ കവിളും തിരുമ്പി മുന്നിലും പിറകിൽ ചിരിയുമായി ദേവനും. സുൽത്താൻ സച്ചിനെ താഴെ നിന്ന് പൊക്കിയെടുത്ത് അവൻ്റെ കഴുത്ത് പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ഒരു പഞ്ചം കൊടുത്തു. സച്ചിൻ നെഞ്ചു തിരുമ്പിക്കൊണ്ട് കുനിയവൻ അവൻ്റെ നട്ടിൽ നോക്കി നല്ലൊരു വീക്ക്. കൈമടക്കി നല്ല പോലീസ് മുറിയിൽ കിട്ടില്ലെന്നിടി. സച്ചിൻ താഴേക്ക് ഊർന്നിരുന്നു. വീണ്ടും അവനെ പൊക്കിയെടുത്ത് 2 കവിളിലും മാറി മാറി അടിച്ചു. സച്ചിൻ കൈ തട്ടി മാറ്റി സുൽത്താനെ പുറകിലേക്ക് തള്ളി. ശേഷം കാലുയർത്തി സുൽത്താനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചാടി. ഞൊടിയിടയിൽ അവൻ്റെ കാലിൽ ബലമായി പിടിച്ച് തിരിച്ചു അവനെ മലർത്തി അടിച്ചു. ചുറ്റുമുള്ള വിദ്യാർത്ഥികൾ കരഘോഷങ്ങൾ മുഴക്കി. വീണ്ടും ഇടിക്കാനായി കൈ ഉയരവേ ദേവാനന്ദിന്റെ ശബ്ദം ഉയർന്നു. സുൽത്താനെ മതി. ആ ഒറ്റ വാക്കിൽ ഉയർന്ന കൈ താനെ താഴ്ന്നു. എന്നാൽ ഈ നേരം കൊണ്ട് സച്ചിൻ കൈ ഉയർത്തി സുൽത്താന്റെ മുഖത്തേക്ക് ഇടിക്കാൻ നിൽക്കവേ ദേവൻ സച്ചിന്റെ മുഷ്ടിയിൽ പിടിച്ച് കൈ പിറകിലേക്ക് തിരിച്ചു.
ചാവേണ്ടെന്ന് കരുതി നിർത്താൻ പറഞ്ഞപ്പോൾ അതിബുദ്ധി കാണിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിന്റെ മൂക്കിന്റെ പാല് നോക്കിയൊരു പഞ്ച്. മൂക്കിൽ നിന്ന് ചോര തെറിച്ചു. അവന്റെ കൈ കൊണ്ട് ചാവണ്ടേ പോടാ. അനിയനാണെന്ന സിമ്പതി ഉണ്ടെന്നല്ല, നീ ഇതോടെ നന്നാവുമെന്ന് കരുതിയിട്ടുമല്ല. നിനക്കുള്ള ചായം വട ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നീട്. അന്ന് ചേർത്ത് തരാം കേട്ടോ. ഓടടാ അമ്മായിയുടെ മോനെ. അവനെ തള്ളി നീക്കി സുൽത്താന്റെ തോളിലൂടെ കൈയിട്ട് ദേവൻ നടന്നു. അവന് പുറകെയായി ബാക്കി 3 പേരും. ഒത്തിരി വൈകിയാണ് ഭദ്ര വീടെത്തിയത്. എൽസ മുറിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അല്പം ആശ്വാസം തോന്നി. ശബ്ദമുണ്ടാക്കാതെ ഭദ്ര തന്നെ മുറിയിൽ കയറി കഥകടച്ചു. ലൂക്ക വന്നതിനാൽ 6 പേര് വായനശാലക്കരികളുടെ കുടിസുമുറിയിൽ കൂടി. ലൂക്ക മദ്യവിരോധിയാണ്. അതിനാൽ മദ്യപാനം അന്നത്തേക്ക് ഒഴിവാക്കി. എൽസ ബഹളമുണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അധികം വൈകാതെ അവർ പിരിഞ്ഞു. ദേവനും ലൂക്കയും വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി പല ചർച്ചകൾ അവർക്കിടയിൽ വന്നു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോൾ വീടിനകത്ത് ആകെ ബഹളം. ശബ്ദം കേൾക്കുന്ന ഭദ്രയുടേതാണ്. പുറത്ത് ദേവനാരായണൻ തലക്ക് കൈകൊടുത്തിരിപ്പുണ്ട്. ഒന്നും മിണ്ടാനോ പറയാനോ നിൽക്കാതെ രണ്ടാളും അകത്തേക്ക് ഓടി. നോക്കുമ്പോൾ ദേവന്റെ മുറിക്ക് ചുറ്റും എല്ലാവരുമുണ്ട്. നവ്യമോൾ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ സങ്കടം കരഞ്ഞു തീർക്കുന്നു. ദേവനും ലൂക്കയും മുറിക്കകത്തേക്ക് കയറി. ഭദ്ര കമിഴ്ന്നു കിടന്ന് കരയുവാണ്. എൽസയാണ് അവിടെയൊന്നും കാണുന്നുമില്ല. എന്താ ഇവിടെ പ്രശ്നം? ക്ഷമ തെറ്റിയപ്പോൾ ദേവൻ ചോദിച്ചു. എന്നാൽ ആരും മറുപടി നൽകിയില്ല. എന്താ ഒന്നും മിണ്ടാത്ത? ഇവൾക്ക് എന്താ പറ്റിയേ? എന്തിനീ മോങ്ങുന്നത്? എൽസ എവിടെ? വീണ്ടും ദേവന്റെ ശബ്ദമുയർന്നു. എന്റെ ദേവ, നീ ഇങ്ങനെ ബഹളം വെക്കില്ലേ? എൽസ അവിടെ മുറിയിലുണ്ട്, കൂടെ നവ്യയും ഉണ്ട്. സായി കെട്ടി രേവതിയമ്മ പറഞ്ഞു. വീണ്ടും അമ്മ ഭദ്രയെ സമാധാനിപ്പിക്കൽ തുടർന്നു. ഇവിടെ ആർക്കും ചെവി കേൾക്കുന്നില്ലേ? ഇവൾക്ക് എന്താ പറ്റിയെന്ന്? അപ്പോഴും ഭദ്ര അലറി കരഞ്ഞുകൊണ്ടിരുന്നു. നിർത്തടി, ഇനി നിന്റെ തൊള്ള തുറന്ന എന്റെ സ്വഭാവം മാറും. മിണ്ടരുത്. നിന്റെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? ദേവന്റെ ശബ്ദമുയരവേ ഭദ്ര കൈകൊണ്ട് വാ മൂടിക്കെട്ടി കരച്ചിൽ അടക്കി പിടിച്ചു. എന്നാൽ കണ്ണുനീർ തോരാതെ പെയ്യുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് ചുമന്ന നിറമാണ്. ദേവ, എന്തറിഞ്ഞിട്ടാണ് നീ ആ കുട്ടിയെ വഴക്ക് പറയുന്നത്? മാസം മുറ തെറ്റിവരുന്ന ചുമന്ന ദിവസങ്ങളുടെ വേദന നിന്നോട് പറഞ്ഞാൽ അറിയും. നീ പുറത്തെവിടെയും പോ, ഇല്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. ഭദ്രയുടെ വയറ്റിലും പുറത്തും മുടികളും തടവിക്കൊണ്ട് രേവതിയമ്മ പറഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ ആവില്ല വേദനകൾ. ആ വേദനയുടെ ആഴം എത്ര പറഞ്ഞാലും ഒരാണിനറിയില്ല. എല്ലാവരും പോയിക്കോ, എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ വാക്കുകൾ ദേവനിൽ നേരിയ സഹതാപം ഉളവാക്കി. ഇതാമ്മ ഉലുവ തിളപ്പിച്ച വെള്ളം, രൂപ രേവതിയമ്മയോടായി പറഞ്ഞു. മതി, അവള് കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ, അവളെ നോക്കാൻ അവൾക്കറിയാം. എല്ലാവരും പോയിക്കോ, ഇവിടെ ഞാനുണ്ട്. ദേവൻ പറയുന്നിട്ട് എല്ലാവർക്കും അവനോട് അരിശം തോന്നി. ലൂക്ക തടഞ്ഞെങ്കിലും ദേവൻ അടക്കാൻ കഴിഞ്ഞില്ല. രേവതി ഒഴുകി എല്ലാവരും പുറത്തിറങ്ങി. അമ്മയോട് കൂടിയാണ് പറഞ്ഞ്, ഞാൻ നോക്കിക്കോളാം, പോയിക്കോളൂ. ദേവ, ഡാ വേണ്ട, ഒന്നും പറയണമെന്നില്ല, അമ്മ പോയി കിടന്നോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ ഡോറ് വലിച്ചടച്ച്. ഭദ്ര ഭയത്തോടെ ദേവനെ നോക്കി. കരച്ചിൽ അടക്കി പിടിച്ച് അവൾ കിടന്നു. ഭദ്ര എഴുന്നേൽക്ക്, എന്നിട്ട് കുടിക്കും. ഉലുവ വെള്ളം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എനിക്ക് വേണ്ട, അത് കഴിക്കൂ. തേങ്ങിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നീ കുഞ്ഞല്ല, കുസൃതിയും വാശിയും കാണിക്കാൻ. എഴുന്നേൽക്കാൻ. ശബ്ദമുയരവേ ഭദ്ര വേഗത്തിൽ എഴുന്നേറ്റു. കയ്പ് കണക്കാക്കാതെ അവളൊന്ന് മുഴുവനായും കുടിച്ചു. ആ, ഇനി കിടന്നോ. ഇനി നിന്റെ ശബ്ദം ഞാൻ ഇവിടെ കേട്ടാ. ദേവൻ പറയുന്നതിന് മുന്നേ തേങ്ങിക്കൊണ്ട് അടിവറ്റ അമർത്തി പിടിച്ചുകൊണ്ട് ഭദ്ര കിടന്നു. ഒരു ചിരിയോടെ ലൈറ്റ് അണിച്ച് അവൾക്കരികിലായി ദേവന്. തേങ്ങൽ മാത്രം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ദേവന്റെ കൈകൾ ഭദ്രയെ പൊതിഞ്ഞു പിടിച്ചു. ഭദ്ര ഞെട്ടലോടെ തിരിഞ്ഞു. അപ്പോഴേക്കും ദേവന്റെ വിരലുകൾ ഭദ്രയുടെ ആലില വയറിൽ തഴുകി തുടങ്ങിയിരുന്നു. ദേവേട്ട, പതിഞ്ഞ സ്വരത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ ഭദ്ര വിളിച്ചു. ദേവൻ കയ്യിൽ കരുതിയ തേൻമിഠായിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. മിണ്ടാതെ കിടക്കുന്നു. ഞാനൊരമ്മയുടെ മകനാണ്, ഒരു സഹോദരനാണ്. ഇതിൻ്റെ വേദന അനുഭവിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ വ്യാപ്തി എനിക്കറിയാം. ഉറങ്ങിക്കും, മിഠായിൽ കയ്പെല്ലാം മാറും. ദേവൻ പതിയെ ഭദ്രയെ തന്നെ നെഞ്ചിലേക്ക് കിടത്തി. ഒരു തേങ്ങലോട് ഭദ്രയും അവനിലേക്ക് ചായഞ്ഞു. ദേവൻ പതിയെ മാറിലും ദുപ്പട്ട അടർത്തി മാറ്റി ഭദ്രയെ തന്റെ ദേഹത്തേക്ക് കിടത്തി. ഭദ്ര തല ഉയർത്തി നോക്കിയെങ്കിലും ദേവൻ ഒരു കൈകൊണ്ട് മുടിയിലും മറു കൈകൊണ്ട് ഇടുപ്പിലും പതിയെ തഴുകി. വേദനകളിൽ നിന്നും മോചനം നേടിക്കൊണ്ട് ഭദ്ര പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവളെ നെഞ്ചോട് ചേർത്ത് ദേവനും. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരു പുതപ്പിനുള്ളിൽ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടക്കുന്ന ദേവനെയാണ് ഭദ്ര കാണുന്നത്. നിർവൃതിയോടെ സന്തോഷത്തോടെ അവൾ ഒന്നുകൂടെ ദേവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. പതിയെ കുസൃതിയോടെ രോമാവൃതമായ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയും താടിയിൽ ചുംബിച്ചും അവൾ ആ നിമിഷത്തെ ആസ്വദിച്ചു. എന്നാൽ ദേവൻ ഞെരുങ്ങുന്ന കണ്ട ഭദ്ര ദേവനിൽ നടന്നു മാറാനൊരു പരിശ്രമം നടത്തിയെങ്കിലും അത് സാധ്യമായില്ല. ദേവൻ എന്തോ ഓർമ്മയിൽ വീണ്ടും ഭദ്രയെ തഴുകാൻ തുടങ്ങി. ഒരു ചെറുപുഞ്ചിരിയോടെ ഭദ്ര എഴുന്നേറ്റു. എന്നാൽ ധാവണി നിലത്ത് ഊർന്നു കിടക്കുന്ന കാണവേ അവൾ വീണ്ടും ആ നെഞ്ചിലേക്ക് ചാരി. ദേവൻ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന നാണത്താൽ തുടുത്ത മുഖമായി തന്നെ ചേർന്ന് കിടക്കുന്ന ഭദ്രയാണ്. എന്താടി കിണിക്കുന്നത്? എഴുന്നേറ്റ് മാറി.
ദേവൻ പറയുന്നിട്ട് ഭദ്ര മുഖം കൂട്ടി. എനിക്കും ഇഷ്ടമുണ്ടായിട്ടില്ല, അതിങ്ങ് എടുത്തു തന്നേ. ദാവണി ചൂടിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അതെന്താ, നിനക്ക് കയ്യില്ലേ, ചെന്ന് എടുക്കടി. അത് പറയേണ്ട താമസം ഭദ്ര കൂർപ്പിച്ച് ദേവനെ നോക്കി. ഉണ്ടക്കണ്ണി, നോക്കി പേടിപ്പിക്കണ്ട, എടുത്തരാം. പറയുന്നതിനോടൊപ്പം കൈയെത്തി ദേവൻ തുപ്പിട്ടെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ കഴുത്തിലെ മാല ഭദ്രയുടെ താലിയുമായി കുരുങ്ങിക്കിടക്കുന്നു. ഒരു പിടിവിൽ നടത്തിയാൽ അത് പൊട്ടിപ്പോവാൻ സാധ്യത കാണുന്നു. ദേവന് മുഷിപ്പോടെ മാലയിൽ കൈകോർത്ത് വലിക്കവേ ഭദ്ര തടഞ്ഞു. താലി പൊട്ടിപ്പോവും, പതിയെ ദേവേട്ടാ. ഭദ്ര പറയുന്നതിന് പുച്ഛമായിരുന്നു ദേവന്റെ ഭാവം. ഓ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് അഴിക്കണ്ടേ, ഒരുപാട് സെന്റിമെന്റ്സ് ഒന്നും കാണിക്കല്ലേ. ദേവന്റെ ആ വാക്ക് ഇടുത്തി പോലെ ഭദ്രയുടെ നെഞ്ചിൽ പതിച്ചു. പെട്ടെന്ന് കണ്ണുകൾ ഇറനണിഞ്ഞു.